ഹല്ലേലൂയ. നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ് നിങ്ങളുടെ മിനിസ്ട്രിയുടെ പേര്. എന്തോ പേര് നിങ്ങളുടെ ചർച്ചിൻ്റെ പേര്? പേര് നല്ലതാ. ഒന്നുകൂടെ ആ പേര് പറയാമോ? ഇപ്പം നമ്മൾ ആരെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇതിനകത്തുള്ള കാര്യമല്ല പറഞ്ഞ്, ഇൻ്റർവെൽ ടൈമിൽ. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത ദേവദാസൻ ജോർജ് മാത്യു പാസ്റ്റർ, കുടുംബം, ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കൊയർ, സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാർ, വിശ്വസ്തയോടെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മയോട് കൂറും വിശ്വസ്തതയും പുലർത്തി ദൈവദാസനോട് ചേർന്ന് കർത്താവിനെ സേവിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. യൂട്യൂബിലൂടെ എൻ്റെ സെർമൺ കേൾക്കുന്ന പല ആളുകളുണ്ടാവാം. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് സാംസ് 20 വേഴ്സ് 4, 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഒന്നൊരുമിച്ച് വായിക്കാമോ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകട്ടെ. എന്നോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പ്രിയ എബ്രഹാം, തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ജോളി നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദീർഘവർഷങ്ങളായി ഈ രാജ്യത്ത് പാർത്ത് അവരാലാവോളം കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നു. നീണ്ട ദിവസങ്ങളായി ഞാൻ അവരോടൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പങ്കാളിത്തോട് വായിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. വാട്ട് ഈസ് യുവർ ഡിസയർ? എന്താ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം? ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കണം കേട്ടോ. ഇന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാവരും ആഗ്രഹങ്ങൾ അങ്ങ് എഴുതി വയ്ക്കണം. ഒരു നല്ല ഡയറിക്കകത്ത് എഴുതി വെക്കണം. എന്നിട്ട് ഈ ആഗ്രഹം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചേച്ച് ഒരു മാസം ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരിക. ഒരു മാസം നിങ്ങൾ ഈ ആഗ്രഹം എല്ലാം വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശുവപ്പ, ഞാൻ ഈ ആഗ്രഹങ്ങൾ എല്ലാം നിൻ്റെ സന്നദ്ധിയിൽ വെച്ചു, പക്ഷേ അങ്ങയുടെ ഇഷ്ടം എന്താ? അത് നിറവേറണം. ഒരു മാസം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് പറയും, ഇത് വെട്ടണം, ഇത് വെട്ടണം, ഇത് വെട്ടണം. ഹലോ, ഇവിടെ ഉണ്ടോ? കാരണം ഈ ആഗ്രഹങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ദൈവത്തോട് അടുത്തു വരാൻ തുടങ്ങും. ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ, നാളെയുടെ ദിവസങ്ങളിൽ നമുക്ക് ദോഷം വരാൻ സാധ്യതയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടും. മക്കളെ, ഈ ആഗ്രഹം ഇപ്പം നിനക്ക് നല്ലതാണെന്ന് തോന്നും, പക്ഷെ ലേറ്ററായിട്ട് ഈ ആഗ്രഹം നിനക്കൊരു സ്ട്രഗിളായി മാറും. ഇത് നിനക്കൊരു പെയിനായി മാറും. ഇത് നിനക്കൊരു ട്രാജഡിയായി മാറും. ഹലോ, ഇവിടെ ഉണ്ടോ? സ്തോത്രം. അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവത്തിനിപ്പോൾ ഇത്ര അസൂയ എന്താ? ഒരാളോട് ഇഷ്ടം തോന്നി, മതം ഏതോ ആകട്ടെ, ഇഷ്ടം തോന്നിയതിന് എന്തോ കുഴപ്പം? മക്കളെ, ഇഷ്ടം തോന്നിയതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കഷ്ടം തോന്നരുത്. സ്തോത്രം, സ്തോത്രം. ഒരു പെൺകുട്ടിയെ ഒരു അന്യ പയ്യൻ ഇഷ്ടപ്പെടുന്നത് ശരീരം കണ്ടാകാം. അപ്പോൾ എന്തു ചെയ്യും? അയ്യോ, വീട്ടിലെന്നും അടിയും തുപ്പും തൊഴിയും ചവിട്ടുക. അപ്പോഴാണ് അങ്ങോട്ട് ചെന്നപ്പം, നിന്നെപ്പോലെ കഴിവുള്ളൊരു കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? നിന്റെ പാട്ട്, പിന്നെ ഇങ്ങനെ 10 നല്ല സുന്ദരമായ പൂ അങ്ങോട്ട് എറിയുന്ന പോലെ സാഹിത്യം എറിയുമ്പോൾ അവൾ ചിന്തിക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ തള്ള എന്നെ പറയുന്ന കേട്ട, ഹലോ, അപ്പനാണേ പറയണ്ട, ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ഉണ്ടല്ലോ. അപ്പം പെതുക്കെ നമ്മൾ എന്ത് ചെയ്യും?
അറിയാതെ ഒരു നല്ല ഹൃദയത്തിൻ്റെ തുടിക്കുന്ന സിമ്പൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവന് മനസ്സിലായി കൊച്ചു വീണു. അപ്പം പിന്നെ പെതുക്കെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും? നമ്മുടെ സങ്കടം എല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഒഴുക്കാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മൾ പുള്ളിയുടെ ജോലി ഇതാ, ഒരുപാട് ഇരകളെ എന്ത് ചെയ്യുക, എടുക്കുക. മക്കളെ, പഠിക്കേണ്ട സമയം പഠിക്കണം. സ്തോത്രം. ടീനേജ് പ്രായത്തിലൊക്കെ എതിർലിംഗക്കാരോടൊക്കെ താല്പര്യമൊക്കെ വരും. തെറ്റൊന്നുമാണെന്ന് പറയുന്നില്ല, പക്ഷെ നിനക്കൊരു ബോർഡറുണ്ട്. ആരൊക്കെ നിന്നെ തൊടാം, എവിടൊക്കെ ആകാം, എത്ര വരെ ആകാം, എന്തൊക്കെ സംസാരിക്കാം, ഏതുവരെ സംസാരിക്കാം. സ്തോത്രം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഭാവി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൈവം. അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ ലിങ്കുകൾ ഇടും. തുറക്കുമ്പോഴേ പേടിയാ, അയ്യോ ഇത് പാപമായതുങ്ങളെ, ഹൂ കേഴ്സ് ദിസ്. ഇതെല്ലാം ബയോളജിക്കല, ഒന്നുമില്ല. ചിലർ പറയും ഞങ്ങൾ മമ്മി സോഷ്യലാ. മോളെ, സോഷ്യലാ പിന്നെ ബയോളജി ആകുന്നത്. കൈകൊട്ടുന്ന, വിശുദ്ധ ബൈബിൾ എടുക്കുന്ന, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ കൈ. ഇന്നത്തെ ടെക്നോളജി, ഒരു പ്രാവശ്യം നിങ്ങൾ അരുതാത്തതിൽ ബ്രൗസ് ചെയ്താൽ നിങ്ങളതിൽ ലിസ്റ്റഡാണ്. അത് നിങ്ങളെ ഫോളോ ചെയ്യും. തിരിച്ചറിയണം. ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്ന കൂടുതൽ. പ്രൈസ് ഗോഡ്. അത് നിങ്ങളെ ഫോളോ ചെയ്യും. ദൈവിക ബന്ധത്തെ മുറിക്കാൻ സാധ്യതയുള്ളത് നിങ്ങളെ പിന്തുടരും. കുഞ്ഞെ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞാൽ പിന്നെ നീ നരകത്തിൻ്റെ വഴിയിലൂടെ പോകുന്നത്. പാട്ട് കാണും, ബൈബിൾ എടുക്കും, പ്രാർത്ഥന നടക്കും, യോഗത്തിന് വരും, നിങ്ങൾ ദശാംശം കൊടുക്കും, എല്ലാം കാണും. പക്ഷേ യു വിൽ ബി ഇൻ ദ ട്രാക്ക് ഓഫ് ഡെവിൾ. വാട്ട് ഈസ് യുവർ ഡിസയർ? നല്ല ആഗ്രഹങ്ങൾ. ഒരിക്കലും ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോൻ എന്തോ ആകണം? പോലീസാകണം. എന്തിനാ? എനിക്ക് ഇടിക്കണം ആളുകളെ. ഒരു മോളോട് ചോദിച്ചു, മോക്കെന്തോ ആകണം? ടീച്ചറാകണം. എന്തിനാ? പിള്ളേരെ എല്ലാം അടിക്കണം. അപ്പം എന്താ? മമ്മി എപ്പോഴും ഞങ്ങളെ അടിക്കും, എവിടെയെങ്കിലും എനിക്ക് അടിക്കണം. എന്തൊരു സന്തോഷമല്ലേ. പണ്ട് കാനവച്ചൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു വല്യപ്പച്ചൻ റെസ്ലിംഗ് ആണെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ ഇതൊക്കെ പാവമാ, കാണല്ലേ എന്ന്. രണ്ടുവട്ടം പറഞ്ഞു. അവസാനം പിള്ളേരെന്ത് ചെയ്യുന്നറിയാം? കണ്ണി കാണിച്ച് അപ്പച്ചനെ എടുത്തിട്ട് അങ്ങ് ഇടിച്ചു. അപ്പച്ചൻ പറച്ചിലങ്ങ് നിർത്തി. ഇവിടെ പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഡിസയറുകൾ എഴുതി വയ്ക്കണം. ഞാൻ തൊട്ടപ്പുറത്തൊരു ചർച്ചിൽ ഇപ്പോൾ പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. നിരന്തരമായി ലാസ്റ്റ് നവംബർ 16 മുതൽ തുടങ്ങിയ രാവിലെയും വൈകിട്ട് സെർമൺ. ഫുള്ളി ടയർഡാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയാൻ അവസരം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് നമുക്ക് ജീവൻ തരുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ആഗ്രഹങ്ങൾ നമ്മുടെ സമയത്ത് നടന്നില്ലെന്ന് വരും. ആ ആഗ്രഹങ്ങൾ ദൈവം അപ്രൂവ് ചെയ്തുമായിരിക്കും. ബട്ട് ഡസൻറ്റ് മീൻ ലൈഫ് ടൈം എനിക്കത് കാണാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നു, റൈറ്റ് ടൈമിൽ ദൈവം അത് കാണാൻ ഭാഗ്യം തരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധി വയ്ക്കണം. ഒരിക്കൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട. കത്ത് പോസ്റ്റ് ഓഫീസിൽ ഇട്ട് കഴിഞ്ഞാൽ, മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെൻഡ് കൊടുക്കണോ? വേണം മോളെ, വേണ്ട. പിന്നെന്ത് ചെയ്യുക? പിന്നെയും ക്രിയേറ്റ് ചെയ്യണ്ട. പിന്നെന്താ? സംശയം ഉണ്ടെങ്കിൽ സെൻഡിനകത്തൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അയച്ചതിൻ്റെ ഡീറ്റെയിൽ വരും. പിന്നെ പറയേണ്ടത്, കർത്താവെ എൻ്റെ വിഷയത്തിന് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ സ്തോത്രം, 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 സ്തോത്രം. ഇൻ പ്രോസസ്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻ
ഇൻ പ്രോസസ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് പറയും പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ടൈം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. പിന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ ഈ നമ്മുടെ ആഗ്രഹം ദൈവസന്നിധി വെക്കുമ്പോൾ ആ ആഗ്രഹത്തിൻ്റെ മേൽ അവർ പാർട്ട് ആൻഡ് ഹിസ് പാർട്ട്, ദൈവത്തിന് സന്നിധിയിൽ നാം വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമഹത്വത്തിനായി തീരാൻ ആഗ്രഹിച്ചു വെച്ചതാണെങ്കിൽ അതിന് രണ്ട് സൈഡുണ്ട്, ഞാൻ ചെയ്യേണ്ടതും ദൈവം ചെയ്യേണ്ടതും. Hebrew chapter 10 verse 35, ഇബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ 36 നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ശ്രദ്ധിച്ചാട്ടെ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പിന്നെ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ശ്രദ്ധിച്ചാട്ടെ, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാനുള്ള സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. മക്കളുമേ, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനിലൂടെ അതിൻ്റെ സീരിയസ് മനസ്സിലാക്കി തരാം. സ്റ്റാൻഡ് ചെയ്യണം, മോള് മുമ്പിൽ നിൽക്കണം, അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങോട്ട് ഫേസ് ചെയ്യുന്നു. ഓക്കെ, മോൾ ആ കുഞ്ഞിൻ്റെ തോളയിലോട്ട് കൈവച്ച്, രണ്ട് കൈയും ഒന്ന് മുറുക്കി ഒന്ന് പിടി, അവളെ നോവിക്കല്ലേ. പ്രൈസ് ഗോഡ്. സി, മുന്നിൽ നിൽക്കുന്ന കുഞ്ഞ് ദൈവ ഇഷ്ടമാണെന്നിരിക്കട്ടെ, പുറകിൽ ഉള്ള കുഞ്ഞ് എന്താ മോടെ പേര്? ദിവാനു. ഓക്കെ, റോഷൻ, ദിവാൻ, റോഷൻ. ഓക്കെ, ഇപ്പൊ റോഷൻ ദൈവ ഇഷ്ടമാണ്, ദിവാൻ എന്താണ്? ഒന്ന് പറഞ്ഞേ. വാഗ്ദത്തമാണ്. ഒന്ന് പറഞ്ഞേ. ഇത് ദൈവ ഇഷ്ടം, ഇത് വാഗ്ദത്തം. ഇത് രണ്ടും കണക്റ്റഡാ. നമ്മുടെ അരയിൽ രണ്ട് കാലിരിക്കുന്നത് പോലെയാണ് ദൈവ ഇഷ്ടവും വാഗ്ദത്തവും. അപ്പൊ കുഞ്ഞിപ്പോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. യെസ്, ഗുഡ്. ഡി പിടി വിടാതെ യു ടു. യെസ്, നോക്കുക. ദൈവ ഇഷ്ടം ഒരു സ്റ്റെപ്പ് വെച്ചു. നിങ്ങൾ എന്താ കണ്ടത്? പിടി വിടല്ലേ കേട്ടോ, നമ്മുടെ പ്രോഗ്രാം ചീറ്റിപ്പോവും. പ്രൈസ് ലോർഡ്. ഓക്കെ, ദൈവ ഇഷ്ടം മുന്നോട്ട് നടന്നേ മോളെ. യെസ്, എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പറഞ്ഞേ. അല്ല, പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾ സമർപ്പിച്ചിറങ്ങി, വിളിച്ചിട്ടിറങ്ങി, അറിഞ്ഞിട്ടിറങ്ങി, ആ വെളിച്ചത്തോടടുത്തു വന്നു, ഇരുട്ടിൽ നിന്ന് അകലുന്നു, ദൈവഹിതത്തിലേക്ക് വരുന്നു, പിശാചിന്റെ ടാർഗറ്റിൽ നിന്ന് പിടിവിടുന്നു, ദൈവ തേജസ്സോടടുത്തു വരുന്നു, ഡാർക്ക്നെസ്സിൽ നിന്ന് വലിഞ്ഞു മാറുന്നു. പിറകിലെത്ര പ്രഷർ ഉണ്ടെങ്കിലും അറിഞ്ഞ ദൈവഹിതത്തിൽ ചുവട് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട്. പ്രൈസ് ലോർഡ്. നോക്കുക, മുന്നോട്ട് പൊയ്ക്കോ, രണ്ടുപേരും പൊക്കോ. ഒന്ന് കൈയടിച്ചേട്ടെ. നിങ്ങൾ എന്താ കാണുന്നത്? യെസ്, ഓക്കെ. വാടാ, ഇവിടെ വാ. കം. നിങ്ങൾ അവിടെ നിന്നോ. ദാണ്ടല്ലോ വലിഞ്ഞു കളഞ്ഞു. പ്രൈസ് ലോർഡ്. യുനോ, ഇവിടെ നിന്ന് വെച്ചേക്കൈ. ഓക്കെ, ഇപ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത കുഞ്ഞുങ്ങൾ. മോളെ, ഞാൻ പോകാൻ പറഞ്ഞു. ദൈവ ഇഷ്ടം അറിഞ്ഞതിനനുസരിച്ച് അവരവരുടെ സ്റ്റെപ്പുകൾ വെച്ചു. എന്താ നമ്മൾ കണ്ടത്? പ്രോമിസ് ഇവിടെ നിന്നു അവിടെ പോയോ? പറഞ്ഞേ. ഇപ്പൊ ദൈവ ഇഷ്ടം അറിഞ്ഞു. ഇഷ്ടങ്ങളുടെ മേൽ കത്തി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവം ആരാ എൻ്റെ പ്രൈവസി ചോദ്യം ചെയ്യാൻ? എനിക്കെൻ്റെ ഇഷ്ടമുണ്ട്. അതിന് റിലീജിയൻ വിഷയമല്ല, അപ്പം വിഷയമല്ല, അമ്മ വിഷയമല്ല. പക്ഷെ ജനിച്ചപ്പം മുതൽ അപ്പനും അമ്മയും കേൾക്കുന്നത് ഇവൻ ഇന്നാരായിത്തീരും, ഈ മോൾ ഇന്നതായിത്തീരും, ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ദൈവ ഇഷ്ടം അറിഞ്ഞു.
ഡേവ്. ഓക്കെ, പിടിവിട്ടു. അവിടെ നിന്നാണ് ഡേവ്. ഇവന് എത്ര വയസ്സുണ്ട്? 7. ഓ, അത്ര ആയോ? ആമേൻ, വെരി ഗുഡ്. ഓക്കെ, ഇവനൊരു 20 വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, യു വിൽ റീച്ച്. ഓക്കെ, റൈറ്റ്, ഈറ്റ് വെൽ, ഒബേ വെൽ. ഓക്കെ, ഇപ്പോൾ ദൈവേഷ്ടം അറിഞ്ഞു, പക്ഷേ എന്ത് ചെയ്യുക? മനസ്സിൽ വേറെ ആഗ്രഹം, ഇത് ഇപ്പം അത് ശരിയാകത്തില്ല. എന്ത് ചെയ്യുക? പോവുക. വാക്തത്വം എവിടെ നിൽക്കുക? വരുന്നോ? ഹലോ, ഞങ്ങളിങ്ങനെ കറങ്ങുക. ടീനേജ് പ്രായവും യൂത്തിൽ ഞങ്ങളുടെ കോളേജിലും എല്ലാം അങ്ങ് കറങ്ങി ആട്ടിച്ച് പൊളിക്കുക. യോഗത്തിനും പോകത്തില്ല, ബൈബിൾ വായിക്കുമെന്ന് അമ്മ ചോദിച്ച പിന്നെ എത്ര അധ്യായമെന്നറിയോ? ഇവിടെ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? പിന്നെ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. നല്ല ഫ്രണ്ട്സാണോ? കൊള്ളാം. ആന്നോ? പ്രോമിസ് എവിടെ നിൽക്കുക? പറ. ഹലോ, അട്ടർ ഫെയിലിയറായി കഴിഞ്ഞ് ട്രാജഡി സംഭവിച്ച് എല്ലാം തകർന്ന് അപ്പന് വേദന, അമ്മയ്ക്ക് വേദന, സ്വയം വേദന, സൂയിസൈഡ് അറ്റംപ്റ്റ്, ഡിപ്രഷൻ, ആൻസൈറ്റി. ഹലോ, സ്ട്രെസ്ഫുൾ, ഉറക്കമില്ലാത്ത രാത്രി, ഉറക്കക്കുളി എടുക്കുക, സൈക്കോളജിസ്റ്റിൻ്റെ അടുക്ക പോകേണ്ടി വരിക, സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക പോകേണ്ടി വരിക. കേൾക്കുന്നുണ്ടോ? ഞാൻ ലൈവായിട്ടുള്ള കാര്യമായി പറയുന്നത്. ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് സ്വന്തം ഇഷ്ടത്തിൽ യാത്ര ചെയ്ത് ഇഷ്ടങ്ങൾ പ്രകാരം ജീവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനെ തകർന്നടിഞ്ഞ് ഒരു മൂലയിലൊതുങ്ങി അടച്ചിട്ട മുറിയിൽ ആരോടും മിണ്ടാതെ, ആരോടും സംസാരിക്കാതെ, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സില്ലാതെ, ആരുടെയും മുഖം കാണാൻ ആഗ്രഹിക്കാതെ, ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി, വസ്ത്രം മാറാൻ താല്പര്യമില്ലാതെ, കുളിക്കാൻ താല്പര്യമില്ലാതെ, പല്ല് തേക്കാൻ താല്പര്യമില്ലാതെ, എല്ലാം വെറുപ്പോടെ എപ്പോഴും മാനസികമായി തകർന്നടിയുന്ന സമയമെത്തുമ്പോൾ റിയലൈസ് ചെയ്യും, നല്ല സമയങ്ങൾ പാഴാക്കി, ചതിക്കുഴികൾ, വ്യാജ സ്നേഹമായിരുന്നുവെന്ന് ട്രാജഡിയിലെത്തുമ്പോഴാണ് സംഭവിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷെ കരയുന്നൊരമ്മ വീട്ടിലുണ്ടോ? ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടത്തില്ല. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ചെലവിട്ടതിന് കണക്ക് പറയരുത്. മക്കളെ ശപിക്കരുത്, പ്രാകരുത്. ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന പൈശാചിക വലയത്തിൻ്റെ വലയ്ക്കകത്ത് തലമുറ വീഴുമ്പോൾ ആ വല പൊട്ടിക്കാനുള്ളൊരു അഭിഷേകം സഭയ്ക്കകത്ത് വെളിപ്പെടണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാനുള്ള ഒരു അധികാരം സഭ പ്രാപിച്ചു കഴിയുമ്പോൾ ശത്രുവിന്റെ ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ, ടാർഗറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ, അവരെ വലിച്ചഴയ്ക്കുന്ന ശക്തികൾ, അവരെ ദുരാലോചനയിലേക്ക് തെറ്റിച്ചു കളയുന്ന പൈശാചിക കൂട്ടുകെട്ടുകളൊക്കെ വിട്ടുമാറാൻ അവരുടെ ഉൾക്കണ്ണുകളെ തുറന്നു കഴിയുമ്പോൾ they will realize I am in the wrong way. Oh Jesus, praise God. കൂടെ പഠിച്ചവർ ഉന്നതിയിലെത്തി, ശ്രേഷ്ഠതയിലെത്തി, വിവാഹിതരായി, ജോലിയായി, തലമുറയായി, സെറ്റിൽഡായി, but still regretting the days. Praise God. നമ്മൾ ആ കുഞ്ഞുങ്ങളെ കണ്ടു. എന്താ? ദൈവം ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പ്രോമിസുകൾ അവരുടെ പുറകെ പോയി. പ്രൈസ് ഗോഡ്. ദൈവ ഇഷ്ടം ചെയ്തെത്തിയപ്പോൾ വാഗ്ദത്തം അവരുടെ പുറകെ വന്നു. ഇവിടെ നമ്മൾ കണ്ടു, ഇഷ്ടത്തിലേക്ക് വരാൻ ദൈവം വിളിച്ചു വന്നില്ല, പിന്നെല്ലാം കഷ്ടത്തിലായി. പക്ഷേ
ഫെയിലിയേഴ്സിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ്. താങ്ക് യു മക്കളെ. പോയിരുന്നു സഹോദരങ്ങളെ, എത്ര തകർന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിന് നമ്മളെ റീബിൽഡ് ചെയ്യാൻ പറ്റും, റീസ്റ്റോർ ചെയ്യാൻ പറ്റും, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാമോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഷെയർ ചെയ്യാൻ കഴിയാത്ത പെയിനുകളിലൂടെ അഭിമാന നിമിത്തം അടുത്തിടെ എന്നെ ഒരു കുടുംബം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ പോവാ പാസ്റ്ററെ. ആ ഒരു തീരുമാനത്തിലിരിക്കുമ്പോഴാണ് പാസ്റ്ററുടെ സർമൺ കേട്ടത്. സ്തോത്രം. 2 കുഞ്ഞിനെ കൊന്നിട്ട് മരിക്കാനിരുന്ന ഒരു പ്രിയപ്പെട്ടവർ. അങ്ങനെ എത്ര കേസസ്. റോങ് ഡിസയറുമുണ്ട്, നല്ല ആഗ്രഹങ്ങളുമുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് വരാം വേഗം. എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്ന രാജാവ് കണ്ടപ്പോൾ അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് എന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? പ്രൈസ് ഗോഡ്. ഭയങ്കര ഓഫറാണ് നൽകിയിരിക്കുന്നത്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്ത്, വിക്ടോറിയ മഹാറാണി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ആദരിക്കുവാനായി ഒരു ദിവസം വിളിച്ചു. മഹാവേദിയിൽ വിക്ടോറിയ മഹാറാണി ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഡിസയർ? എന്താ നിൻ്റെ ആഗ്രഹം? നിനക്ക് എന്തു വേണമെങ്കിലും ഞാനിപ്പോൾ തരാം. ആ വിക്ടോറിയ മഹാറാണിയുടെ ഓഫറിൻ്റെ മുമ്പിൽ മഹാനായ വില്യം ബൂത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, യുവർ മെജസ്റ്റി, ഐ വാണ്ട് സോൾസ്. അല്ലയോ മഹാറാണിയെ, എനിക്ക് വേണ്ടത് ആത്മാക്കളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ മാത്രം നമ്മളിൽ നടക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, ആരംഭത്തിൽ അത് കഷ്ടമെന്നും തോന്നിയാലും കുഞ്ഞുങ്ങളെ നന്മയ്ക്കാക്കി ദൈവം തീർക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരഞ്ഞെടുപ്പിൽ ദൈവത്തിന് സ്പേസ് കൊടുക്കണം. പഠനത്തിൽ ദൈവത്തിന് സ്പേസ് കൊടുക്കണം. ചില കൊച്ചുങ്ങളെ തള്ളയും തന്നയിട്ട് ഇങ്ങനെ ചവിട്ടിക്കൂട്ടും. കാര്യം എന്താണെന്നറിയാവും? അവിടെ എല്ലാത്തിനും എക്സലൻ്റ് മേടിച്ചു, ഇവൾ ആവറേജ് പോലും മേടിച്ചില്ല. അമ്മ പഠിപ്പിസ്റ്റ, തല്ലിക്കൊല്ലുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെ, കൊച്ചുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളാരും കഷ്ടപ്പെട്ട് പഠിക്കരുത് കേട്ടോ. എൻ്റെ പൊന്നോ ആസ്റ്റർ, ഞങ്ങളുടെ കൊച്ചുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. എന്തോ പറഞ്ഞേ? കഷ്ടപ്പെട്ട് പഠിക്കും. ആശ്വാസമില്ലയോ? എങ്ങനെ പഠിക്കരുത്? കഷ്ടപ്പെട്ട് പഠിക്കും. പിന്നെ എങ്ങനെ പഠിക്കണം എന്നറിയോ? ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടപ്പെട്ട്. അതാ കളി. പ്രൈസ് ഗോഡ്. നമ്മൾ പഠിച്ചിരിക്കുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞേ. കഷ്ടപ്പെട്ടല്ല പഠിക്കണ്ട. എങ്ങനെ പഠിക്കണം മോനെ? എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. കഷ്ടപ്പെട്ട് ആരും പഠിക്കരുത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. മത്സരിച്ച് പഠിക്കുകയേ ചെയ്യരുത്. എങ്ങനെ പഠിക്കരുത്? മത്സരിച്ച് പഠിക്കുകയേ ചെയ്യരുത്. പിന്നെ എങ്ങനെയാ? ആ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ടിങ്ങ് പോരണം. പഠിക്കുന്നതിന് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കഴിവ് കുറവാണെങ്കിൽ കഴിവ് തരുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിത്ത് മോർ ടൈം വിത്ത് ചിൽഡ്രൻ. കേട്ടോ പാസ്റ്ററെ?
എൻ്റെ ഹൃദയം അങ്ങനെ ഇൻസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളോട് കൂടുതൽ സംസാരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണേ. സ്തോത്രം. ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സ് 17, 17-ാം വാക്യം പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചേ. ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സ് 17 ഒന്ന് നോക്കിക്കേ മക്കളുമാരെല്ലാം ശ്രദ്ധിച്ച്. ഐ അപ്രീഷിയേറ്റ് യു മക്കളെ, നീ എല്ലാം എഴുതുന്നു കേട്ടോ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. പ്രൈസ് ഗോഡ്. എന്താ എഴുതിയിരിക്കുന്നത്? ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ശ്രദ്ധിക്കാമോ? ഒന്ന് ഉറക്കെ വായിച്ചേ എല്ലാവരും. ഇങ്ങോട്ട് സ്ക്രീനിലോട്ട് നോക്കിയാട്ടെ. ഈ 4 ബാലന്മാർക്കോ, യെസ്, സകല, ഉറക്കെ പറഞ്ഞാട്ടെ, ഇച്ചിരി ആരോഗ്യത്തോടെ പറയുന്നേ. സകല വിദ്യയിലും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. സകല വിദ്യയിലും പറഞ്ഞേ മക്കളെ. സകല വിദ്യയിലും. ശ്രദ്ധിച്ചേ, സകല വിദ്യ. എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ? സ്കിൽ ഇൻ ഓൾ ലേണിംഗ്. പിടികിട്ടുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തോട് പറ. അറിവിനും ജ്ഞാനത്തിനും നമുക്ക് പരിമിതിയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവരുടെ ആഴമേ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ട് അടുത്ത് പിടിക്കണം. ഞാൻ എഴുന്നേറ്റ് വാടാ. സ്തോത്രം. അടുത്ത് ചേർത്ത് അങ്ങ് പിടിച്ച് കുഞ്ഞിനെ ബ്ലസ് ചെയ്യണം. നിന്റെ കണ്ണുനീർത്തുള്ളി ഇവൻ്റെ തലയിലോട്ട് വീഴണം. എന്നിട്ട് പറയണം, ഞാൻ സേവിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് എൻ്റെ കുഞ്ഞിന് നിറയ്ക്കാൻ പറ്റും. അവൻ്റെ ബുദ്ധി തുറക്കാൻ പറ്റും. അവന് കഴിവ് കൊടുക്കാൻ പറ്റും. അവന് അറിവ് കൊടുക്കാൻ പറ്റും. അവന് ജ്ഞാനം കൊടുക്കാൻ പറ്റും. അവന് കൃപ കൊടുക്കാൻ പറ്റും. Are you believe in the word of God? Say hallelujah. ദൈവത്തിന് കഴിയുമെന്നേ മക്കളെ. ഈ പാസ്റ്റർ അപ്പച്ചൻ 41 years ബാക്ക് 10ാം ക്ലാസ് വെറും 211 മാർക്കേ മേടിച്ചുള്ളൂ. എത്ര മാർക്ക്? പാസ്സാകാൻ 210 മാർക്ക്. 1 മാർക്ക് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടോ? എന്നാൽ എൻ്റെ 56ാമത്തെ വയസ്സിൽ ഞാൻ അമേരിക്കൻ മെഡിക്കൽ എക്സാം പാസ്സായ ആളാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മരമണ്ടന്മാരെ വിദ്വാൻമാരാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ലിമിറ്റേഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ അതിര് വിശാലമാക്കാൻ പറ്റും. എൻ്റെ നാണക്കേട് മാറ്റാൻ പറ്റും. എൻ്റെ നിന്ന മാറ്റാൻ പറ്റും. എൻ്റെ അജ്ഞത മാറ്റാൻ പറ്റും. എൻ്റെ കഴിവുകേട് മാറ്റാൻ പറ്റുമെന്നേ. എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? മക്കളെ, ഞാൻ പല കാര്യങ്ങളും മുട്ടയിലിരുന്ന് കരഞ്ഞു മേടിക്കും. സ്തോത്രം. കരഞ്ഞു മേടിക്കും. പ്രാർത്ഥിച്ച് മേടിക്കാൻ റെഡിയാണോ? യെസ്. പ്രാർത്ഥിച്ച് മേടിക്കണം. പ്രാർത്ഥിച്ച് മേടിക്കണം. പ്രാർത്ഥിച്ച് മേടിക്കണം. ഒന്ന് കരമുയർത്തി പറയാമോ? നിങ്ങളുടെ കയ്യിലുള്ളത് പരിമിതിയായിരിക്കാം, ആഗ്രഹം വലുതായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കാലിയാകാത്തൊരു കലവറ സ്വർഗത്തിലുണ്ട്. കാലിയാകാത്ത ഹിസ് ട്രഷറി നെവർ എവർ എംപ്റ്റി. ഓറാമ ശതരബലറഹത്തൽ ഖമനബശദുനി ഉടൽ ഖബാരഗത്തനം പ്രബൽ ഘടക ശതുനി ആരഗദനി. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പവർ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആമേൻ. Hallelujah, hallelujah. He can do wonderful things more than what you think. Hallelujah. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായി ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നേ. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Exodus chapter 31 verses beginning to 7. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ.
യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായി, പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ആരെയാ വിളിച്ചത്? ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ. ആരാ ഹൂര്? മോശയുടെ കൈ തളർന്നപ്പം പോയി ഒന്ന് കൈത്താങ്ങെടുത്തു. എന്ത് ചെയ്തു? മോശ ഇങ്ങനെ കൈ ഉയർത്തി പിടിക്കുക, രണ്ട് കൈയും ഹാൻഡ്സപ്പ് ഹാൻഡ്സപ്പ്. സ്വത്രം. ആമേൻ, പ്രൈസ് ഗോഡ്. ഉയർത്തിപ്പിടിച്ചോ മക്കളെ, ഉയർത്തിപ്പിടിച്ചിരിക്കുക. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മോശയുടെ കൈ നീ താഴെയിടല്ലേ, നമ്മുടെ പ്രോഗ്രാം ചീറ്റിപ്പോവും. ഇങ്ങോട്ട് വാടേ, രണ്ടുപേരും ഇഞ്ഞു വാ. മോശയുടെ കൈ എന്ത് ചെയ്തു? മക്കളെ, രണ്ട് കൈയില്ലയോ? ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. മോശ പറഞ്ഞു, എൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ യുദ്ധം എന്ത് ചെയ്യും? വിജയിക്കും. താണാലോ ഇസ്രായേൽ തോക്കും. അപ്പോൾ മോശയുടെ കൈ പെതുക്കെ താഴാൻ തുടങ്ങി. പോക്കിക്കോണം, പിടിച്ചോ. അങ്ങനെ ഒന്ന് ആരോഗ്യത്തോടെ പിടി. ഇതാ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ കൈ താഴുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടി വന്ന് എന്ത് ചെയ്തു? അഹരോനും ഹൂരും എന്ത് ചെയ്തു? സപ്പോർട്ട് ഫുള്ളി ഉയർത്തിപ്പിടിക്കുക. കേൾക്കുന്നുണ്ടോ? ഒരാള് ടയർഡാന്ന് കണ്ടാൽ അങ്ങോട്ട് ക്ഷീണിക്കട്ടെ, ഒന്ന് വീഴട്ടെ, ഞാൻ പ്രാർത്ഥിച്ച വിഷയമാണെന്നല്ല പറയണ്ടേ. ഒരാൾ വീണാൽ നീയും വീണെന്ന അതിനർത്ഥം. ഒരാൾ ഫെയിലിയർ ആയാൽ നീയും ഫെയിലിയർ ആയെന്ന അർത്ഥം. ഒരാൾ തകർന്നാൽ ആ സഭ തകർന്നെന്ന അതിനർത്ഥം. ഓടിച്ചെന്ന് അഹരോനും ഹൂരും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ യുദ്ധം വിജയിച്ചു. താങ്ക് യു. പക്ഷെ എന്താ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്? ഹൂര് ചെയ്തത് ദൈവം നോട്ടീസ് ചെയ്തു. കുഞ്ഞേ, ക്രൈസ്റ്റ് ഫോളോവേഴ്സ് മിനിസ്ട്രിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന തൻ്റെ ദാസന്മാരുടെ ക്ഷീണം മനസ്സിലാക്കി വാക്കുകൊണ്ടും ധനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും കൈത്താങ്ങൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, തൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. കർത്താവ് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ആമക്കളില്ലായിരുന്നു. ഞങ്ങൾ 4 സഹോദരന്മാരാണ്. ഞങ്ങൾക്ക് ജനിച്ചതെല്ലാം പെമ്മക്കളാണ്. സ്തോത്രം. ഞങ്ങൾ ആൻഡമാൻസിലായിരുന്ന സമയത്ത് ഒരു 3 മണിയോട് അടുക്കാറായ സമയം, ഞാൻ ഭക്ഷണം കഴിച്ച് ഔട്ട്റീച്ച് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുക. ഞാൻ എൻ്റെ കാതിൽ ഒരു ദൈവശബ്ദം പോലെ മുഴങ്ങി കേൾക്കുക, വേഗം എഴുന്നേറ്റ് ജംഗ്ഷനിലേക്ക് ചെല്ല്. എൻ്റെ ഭാര്യയെ വിളിച്ചു, നീ എന്നെ വിളിച്ചോ? ഇല്ല. വീണ്ടും അതേ, ഞാൻ ഒന്ന് മയങ്ങി, വീണ്ടും ദൈവശബ്ദം കേൾക്കുക, വേഗം എഴുന്നേറ്റ് ജംഗ്ഷനിലേക്ക് ചെല്ല്. അന്നേരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിളിച്ചു, മക്കളെ നീ എന്നെ വിളിച്ചോ? ഇല്ല അച്ഛാ, ഞാൻ വിളിച്ചില്ല. പിന്നെ ഉറങ്ങുക. ശൗമേലിനോട് സംസാരിക്കുന്ന പോലെ ദൈവനോട് വീണ്ടും സംസാരിച്ചു. പിന്നെ ഭാര്യയോട് ചോദിച്ചില്ല, ഞാൻ നേരെ ജംഗ്ഷനിലോട്ട് ഇറങ്ങിച്ചെന്നു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആ ജംഗ്ഷനിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. മടങ്ങിപ്പോരാൻ മനസ്സ് വിചാരിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അവിടെ നിൽക്ക്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നടത്തിപ്പിന്, നിയോഗത്തിന്, ആത്മപ്രേരണയ്ക്ക്, ആത്മനിയോഗത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല,
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി കൂടെയാണ്. യഹോവ സാക്ഷിക്കാർ പറയും പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമാണ്. അങ്ങനെയല്ല. വായിച്ചിട്ടില്ലേ? പരിശുദ്ധാത്മ തടഞ്ഞു, വിലക്കി. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, ഇങ്ങനെയുള്ള വാക്കുകൾ കാണുന്നില്ലേ? സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ, വൃദ്ധനായ മനുഷ്യൻ, ഒരു തമ്പേറുമെല്ലാം തൂക്കി തോളയിലിട്ട് അദ്ദേഹം വേദപുസ്തകം മാറോട് ചേർത്ത് വരികയാണ്. ഞാൻ ഓടിച്ചെന്ന തമ്പേറ് മേടിച്ച് എൻ്റെ തോളയിൽ തൂക്കിയിട്ട്. ഒരു തമിഴ് മിഷണറിയാണ്, നല്ല പ്രായമുള്ള മനുഷ്യൻ. ഞാൻ പറഞ്ഞു, അയ്യാ വീട്ടിലേക്ക് വന്ന് സാപ്പിട്ടിട്ട് പോകലാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരമാട്ടെ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ 3 മണിയോട് അടുക്കാറായപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ടു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം 2 കൈ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയാ, ശരി, ഞാൻ നിന്റെ വീട്ടിൽ വരാം. കർത്താവിൻ്റെ ദാസിയോട് പറഞ്ഞു, ദൈവദാസൻ വന്നു ഭക്ഷണം കൊടുക്കാനെടുത്താട്ടെ. കുക്കറിൽ വേവിച്ച 2.5 പ്ലേറ്റ് ചോറ് ആ മനുഷ്യൻ ആർത്തിയോടെ തിന്നു. ചോറ് കഴിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി അതിൽ വീഴുകയാണ്. കൈ കഴുകി അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ജീവിക്കറിയാണ്ടവരാൽ നീ ഉൻ മണമേ ആശീർവദിക്കപ്പെട്ടവർ, ജീവനുള്ള ദൈവത്താണ് നീ, നിന്റെ പ്രിയപ്പെട്ടവളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാര്യം? അദ്ദേഹം പറഞ്ഞു, 3 മണിക്ക് ഞാൻ എഴുന്നേറ്റു, 6 മണി വരെയും മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചു. 7 മണി മുതൽ 2:30 വരെയും ഞാൻ 10 കിലോമീറ്റർ നടന്ന് പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. ഒറ്റയ്ക്ക് പാട്ടുപാടി തമ്പേറ് കൊട്ടി പ്രസംഗിച്ചു. 2:30 കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിശപ്പായി. ഞാൻ ആകാശത്ത് നോക്കി ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലയോ? എനിക്ക് വിശക്കുന്നു, ഭക്ഷിക്കാൻ തരത്തില്ലയോ? കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും അവൻ. കാട്ടിലെ മൃഗങ്ങൾ, ആട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലിനിയൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. ഓ, എന്നാ എനിക്കൊരു സഹായകൻ. ആ കർത്തൃദാസൻ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ആണ്ടവരേ, ഉമ്മയുടെ ഊഴിയത്തെ ചെയ്യുമ്പടിയായ ഒരു ആൺകുഴന്തയെ കൊട്. അങ്ങയുടെ വേല ചെയ്യുവാൻ ഒരു ആൺകുഞ്ഞിനെ ഇവർക്ക് കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവരുടെ കുടുംബങ്ങളിൽ ആൺകുഞ്ഞുങ്ങൾ പിറക്കാതിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇന്ന് വഴിമാറിപ്പോകട്ടെ. അതിനുശേഷം ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരാൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠന് ഒരാൺകുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പെങ്ങക്ക് ഒരാൺകുഞ്ഞ് ജനിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ഭക്തൻ്റെ വിശപ്പടക്കിയപ്പോൾ ഒരു ജനറേഷന് ബ്രേക്ക് ഉണ്ടായി. സ്തോത്രം ചെയ്തില്ല നിങ്ങൾ? സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകലും ദൈവത്തിന്
കുടിക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം എഴുതി വയ്ക്കും. ദൈവം 3-ാം തലമുറ വിളിക്കുകയാണ്. ദൈവം ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസ്ലേലിനെ പേർതിൽ വിളിച്ചിട്ട് പറയുകയാണ്, 6 വിധത്തിലുള്ള സ്കില്ല്, അതിന്റെ ഒരു പാക്കേജ്. ഒന്നും അറിയാത്തൊരു പോട്ടൻ. ഹലോ, നിങ്ങൾ ആരാധനയ്ക്ക് കറക്റ്റ് സമയം വരാൻ പറ്റിയില്ലേ പോലും, ഇച്ചിരി താമസിച്ചാലും ചില പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി കാണുമായിരിക്കും. ഞാൻ പറയുന്നു, നമ്മൾ തീരാറാകുമ്പോൾ ചാച്ചാനിയും പോയി ആ നാണക്കടലിൽ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പാസ്റ്ററിനോട് ഇന്ന് പറഞ്ഞേക്കാം, മേലാൽ താമസിച്ച് വരുന്നൊരു വഴക്ക് പറഞ്ഞേക്കരുത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. 10 മിനിറ്റേ ഉള്ളെങ്കിലും ഓടിഞ്ഞു വരണം. അത് മതി. അവസാനത്തെ പഴവും പഞ്ചാരയും കിട്ടുന്ന പോലെ നിങ്ങൾക്കതൊരു അനുഗ്രഹമാകും. കാരണം ആ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ ആ ദൈവഗുരുവിടെ എൻവലപ്പിനകത്ത് നിങ്ങൾ കയറിക്കഴിഞ്ഞു, ആ ദൈവഗുരുവിടെ സാന്നിധ്യത്തിനകത്ത് കയറിക്കഴിഞ്ഞു. അതുകൊണ്ട് താമസിച്ച് മനഃപൂർവ്വം വരുന്നവരോടല്ല പറഞ്ഞേ, ഡ്യൂട്ടി ഡ്രസ്സിൽ നിൽക്കുന്നവരോടാ പറഞ്ഞേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തെ സേവിക്കുന്നതിൽ കളങ്കമില്ലാതെ നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, എരിവോടെ, ശുഷ്കാന്തിയോടെ, തീഷ്ണതയോടെ, ആത്മഭാരത്തോടെ, ആത്മദാഹത്തോടെ, ആത്മീയ വിശപ്പോടെ, ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച് ആത്മനിയോഗത്തിൽ പോകാൻ, ദൈവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിച്ചു. ആമേൻ. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ഇതിനേക്കാൾ നല്ല കൂട്ടായ്മ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടെന്ന് പറയുമ്പോൾ അല്ല, അത് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽക്കണം, ആത്മാർത്ഥതയോടെ നിൽക്കണം. നീ ആ സഭയ്ക്ക് ഒരു ആശ്വാസമായിരിക്കണം, ഒരു കൈത്താങ്ങലായിരിക്കണം, ഒരു തണുപ്പായിരിക്കണം. ആമേൻ. അവർക്ക് പരസ്പരം ആമേൻ നല്ല പ്രവർത്തിക്ക് വേണ്ടി എൻകറേജ് ചെയ്യുവാനിടയായി തീരണം. ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അവനെ ഏതൊക്കെ കാര്യങ്ങൾ നോക്കിക്കേ, അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാൻ. ചിലർക്ക് അസാധാരണമായ കഴിവുകൾ കാണും. സ്തോത്രം. അസാധാരണമായ കഴിവുകൾ. ദൈവം ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള കഴിവാണ് കൊടുക്കുന്നത്. ഒരിക്കലും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്കില്ലിൽ അവർ വളരട്ടെ, അതിൽ ഭയപ്പെടരുത്. ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കർത്താവ് അവരെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. ദൈവസ്നേഹ മക്കളെ എഴുതി വെക്കണം. ആഗ്രഹം എഴുതി വെക്കണം, എഴുതി വെക്കണം. അതിനുള്ള വഴികളില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. എങ്ങനെ കാര്യങ്ങൾ നടക്കും നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ മിഷണറി പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വർക്ക് ചെയ്ത് മുഴുവൻ അൺറീച്ച്ഡാ. പക്ഷെ 2 കുഞ്ഞുങ്ങളെ മെഡിസിന് പഠിപ്പിച്ചിറക്കിയപ്പോഴും എനിക്ക് അറിയത്തില്ല, സമയത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവർ, ഒരു ബന്ധവുമില്ലാത്തവർ ദൈവം ഓരോ സമയങ്ങളിൽ അങ്ങിങ്ങായി എഴുന്നേൽപ്പിച്ചു. സ്തോത്രം ചെയ്തില്ല. എൻ്റെ സഹോദരങ്ങളെ, മാറിൽ കരം വെച്ച് ഞാൻ ഈ പറയുന്ന വാക്കുറക്കെ പറയണം, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറ, മക്കളെ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ യേശുപ്പാടെ കയ്യിലുണ്ടെന്നൊന്ന് പറഞ്ഞേ. പറ പറ പറ, ഉറക്കെ പറ, ഉറക്കെ പറ. ഞാൻ ഇപ്പൊ എംബോസിഷൻ ഇടും അല്ലെങ്കിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറഞ്ഞേ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. എത്ര ഫെയിലിയർ ആണേലും നിങ്ങൾ പറയണം, എൻ്റെ ദൈവം എന്നെ സക്സസിലേക്ക് നടത്തും. എത്ര ട്രാജഡി ഉണ്ടെങ്കിലും പറയണം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. നോക്കുക, നിങ്ങൾ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും, പിന്നെ പൊന്ന്, വെള്ളി, താമ്രം കൊണ്ട് പണി ചെയ്യുവാനും, അടുത്തത് രത്നം വെട്ടിപ്പതിപ്പിക്കാനും, നെക്സ്റ്റ് പ്രൈസ് ലോർഡ്, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും. നോക്കിക്കേ, ചിലര് ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കും, മറ്റു കാര്യത്തിൽ അറിയത്തില്ല. പക്ഷെ ഇവിടെ നോക്കുക, ഒരു സോഫ്റ്റ്വെയർ നമ്മൾ വിലയ്ക്ക് മേടിച്ച് സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്യുന്നത് പോലെ. ചേർന്നൊരു ആമീൻ പറയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ പറയുന്ന ഈ പ്രമാണം നിങ്ങളുടെ അകത്തോട്ട്
കയറിയാൽ നിന്റെ കുഞ്ഞിന്റെ ട്രാജഡി മാറും. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതത്തിന്റെ എല്ലാ ക്ഷതങ്ങളും കേടുപാടുകളും സ്വർഗത്തിലെ ദൈവം മാറ്റുമെന്നേ. നിന്റെ ഒഫീഷ്യൽ സ്ഥാനത്ത് ഞരങ്ങുന്ന ഞരക്കങ്ങൾക്ക് അറുതി വരുമെന്നേ. എവിടെയാണ് പെർഫോം ചെയ്യാൻ കഴിയാത്തത്? എവിടെയാണ് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി നിനക്ക് കുറവായി എന്ന് തോന്നുന്നത്? എവിടെയാണ് നിന്റെ കൈ വിറയ്ക്കുന്നത്? എവിടെയാണ് നിന്റെ മനസ്സ് തളരുന്നത്? എവിടെയാണ് പലതിലും നീ ഇഗ്നോർ ചെയ്ത് പോകുന്നത്? ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്റെ കർത്താവേ, എനിക്കൊരു അനോയിന്റിങ് ആവശ്യമാണ്. എന്റെ സെക്ടറിൽ, എന്റെ കരിയറിൽ എനിക്ക് ഫെയ്ത്ത്ഫുൾ ആയി എനിക്ക് വർക്ക് ചെയ്യുവാനുള്ള സ്കില്ല് എനിക്ക് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം അത് തരും. ഒരു 5 വട്ടം ഉറക്കെ പറയാമോ? എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അധരം തുറന്ന് പറഞ്ഞാട്ടെ, അധരം തുറന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. Praise God. Hallelujah. ഒരിക്കൽ പിറവിക്കുരുടൻ ചോദിച്ചു, അവൻ നിലവിളിച്ചപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്താ പറഞ്ഞ? റബ്ബൂനി. ആരോടായി പറയുന്നത്? യേശുവിനോട്. Who is Christ? യേശു ക്രിസ്തു ആരാണ്? അവൻ കേവലം ഒരു പ്രവാചകനാണോ? അല്ല. യേശു ക്രിസ്തു ആരാണ്? റഫറൻസ് കുറിച്ചോ? വേഗം പറഞ്ഞുതരാം. സ്തോത്രം. കർത്താവ് ഒരിക്കൽ ഒരു ജഹോവ വിറ്റ്നസ്സുകാരായ ടീം, ഈ അടുത്തിടെ ഞാൻ ജോർജിയയിൽ പോയപ്പോൾ, അവിടെ മിനിസ്ട്രി ഉണ്ട് നമുക്ക്, അവിടെ പോയപ്പോൾ ഒരു സ്ട്രീറ്റിൽ ഒരു ടീം നിൽക്കുന്നു. എനിക്ക് അവരോട് സംസാരിക്കണം തോന്നുന്നു. സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവർ യഹോവ വിറ്റ്നസ്സുകാരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ജഹോവ വിറ്റ്നസ് ആണോ? യെസ്, ജഹോവ വിറ്റ്നസ് ആണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണെന്നതിന് ബൈബിളിൽ വാക്യമില്ല. സ്തോത്രം. ഈ ചൂളക്കമ്പനി നടത്തുന്നവൻ്റെ ചൂളക്കകത്ത് തീക്കലനില്ലെന്ന് പറയുന്ന പോലെ ആയിപ്പോയി അത്. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, വാക്യം തന്നാൽ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, വാക്യം എന്താ? ഞാൻ പറഞ്ഞു, തരാം, എടുത്താട്ടെ. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാം വാക്യം. കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. ക്രൈസ്റ്റിനെ ഒരു പ്രൊപ്പറ്റായി മാത്രം കാണുന്ന ആളുകളുണ്ട്. ഹൂ ഈസ് ക്രൈസ്റ്റ്? നമ്മുടെ ജനറേഷൻ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. എന്താണ് മോനെ? തീത്തോസ് 2-ാം അധ്യായം 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലാവരും ഉറക്കെ വായിച്ച്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. നോട്ട് ഗാഡ് ബട്ട് ഓൾമൈറ്റി ഗാഡ്. ഹലോ, ചേർന്നൊരു ആമീൻ പറയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. എന്താ എഴുതിയിരിക്കുന്ന? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം. അവിടെ വലയിടണം. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ. അപ്പൊ മഹാദൈവം അല്ലേ? ഉറക്കെ പറയാമോ? ഞാൻ സേവിക്കുന്ന ദൈവം കുട്ടി ദൈവങ്ങളല്ല, ദേവി ദേവന്മാരല്ല, എല്ലാ നാമത്തിലും മേലായ നാമം. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ഒരുമിച്ച് പറയാമോ? എല്ലാ നാമത്തിലും മേലായ നാമം മഹാദൈവമാണ് യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. ആമേൻ. ഐസയാ ചാപ്റ്റർ 9 വേഴ്സ് 6 എന്താ എഴുതിയിരിക്കുന്നത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവരും നോക്കിക്കേ സ്ക്രീനിൽ. ആധിപത്യം, ഗവൺമെന്റ് അവന്റെ ഷോൾഡറിൽ ഇരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യെസ്, the government shall be upon his shoulder. Praise God. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവന് അത്ഭുത മന്ത്രി. മന്ത്രിമാർ ധാരാളമുണ്ട്, അത്ഭുത മന്ത്രി ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? വീരനാം ദൈവം. ഹല്ലേലൂയ. ഹലോ, പ്രൈസ് ഗോഡ്. നന്ദിയോട് സ്തോത്രം ചെയ്യാട്ടെ. പ്രൈസ് ലോർഡ്. ഒത്തിരി പാട്ടൊക്കെ എഴുതിയത് എൻ്റെ മനസ്സിൽ വരുന്നത്, എനിക്ക് സമയമില്ലാത്തതിന് പാടുന്നില്ല. വീരനാം ദൈവം ഒന്ന് പറഞ്ഞേ.
വീരനാം ദൈവം, വീരനാം ദൈവം. അന്നേരം തുറന്ന് പറഞ്ഞേ, നമ്മൾ സേവിക്കുന്നവൻ ആരാണെന്ന് കൊട്ടിപ്പാടി കേട്ടു പോയാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ ഈ വിത്ത് വേണം. ഹല്ലേലൂയ. നാളെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉരുളയ്ക്ക് പേര് പോലെ നിങ്ങൾ പറയണ്ട, വചനം പറ. വചനത്തിന് ദൈവത്തോളം ശക്തി കൊണ്ട് ഒരുവന്റെ വാക്കിന് അവനോളം വിലയുള്ളത് പോലെ ദൈവ വചനത്തിന് ദൈവത്തോളം വിലയുമുണ്ട്. ഈ വചനം അങ്ങോട്ട് കൊടുത്താൽ മതി, അതതിന്റെ ക്രിയ ചെയ്തോളും. പടക്കത്തിന് തിരികൊളുത്തിയാൽ പൊട്ടാൻ പ്രാർത്ഥിക്കണ്ട, പൊട്ടിക്കോളും. മിസൈൽ ഇട്ടാൽ മിസൈൽ വീഴാൻ പിന്നെ പ്രാർത്ഥിക്കണ്ട. അതിനകത്തിരിക്കുന്നത് എന്ത് ചെയ്യും? സ്ഫോടകാത്മകമായ ജീവസൃഷ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ ശക്തിയുണ്ട്. വീരനാം ദൈവം. പിന്നെന്താ? പിതാക്കന്മാരെയൊക്കെ കിട്ടും, പക്ഷേ നിത്യപിതാവ് ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പിന്നെന്താ? ഓ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. രക്ഷിക്കപ്പെട്ടെങ്കിലും പല വീട്ടിലും സമാധാനമില്ല. എന്താ കാര്യം? നിന്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് ഉണ്ട്. എന്തോ വേറി വന്നാലും വചനം ഉള്ളിലുണ്ടേ പറയും, മോള് വിഷമിക്കണ്ട, നിന്റെ വിഷയം എൻ്റെ കയ്യിലാ. സ്വോത്ര 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 സ്വോത്രം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. 1 യോഹന്നാൻ 5:20 വായിക്കുക. വേഗം റെഫറൻസ് നിങ്ങൾ കുറിച്ചെടുക്കണം. 1 യോഹന്നാൻ 5:20 പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഈസ് ട്രൂ ഗോഡ്. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. യെസ്, യേശുക്രിസ്തു ദൈവമാണോ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കുന്നത് എന്താണ്? എന്താ എഴുതിയിരിക്കുന്നത്? നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. ദൈവോത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. ആ ക്രിസ്തു ആരാണ്? അവൻ സത്യദൈവവും ഈസ് ട്രൂ ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. ഹലോ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇനി ഒരു വേറൊരു ദൈവത്തെ തിരഞ്ഞു പോകേണ്ടവരായിട്ടല്ല, യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ. ആമേൻ. യഥാർത്ഥമായുള്ളവനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. നന്ദിയോട് സ്തോത്രം ചെയ്യാമോ? ഇനി ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 to 10 വരുമ്പോൾ എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുന്നു. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ത്രിലോക ശക്തികൾ മുട്ടുമടക്കുന്ന ഒറ്റ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. മിഷൻ ഫീൽഡിലെ അനുഭവങ്ങളൊക്കെ പറയാൻ നിങ്ങൾ ദിവസങ്ങൾ ഇരുന്ന് തരേണ്ടിവരും. ഈ നാമത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി. ഞാൻ വചനത്തിന്റെ ശക്തിയെക്കുറിച്ചും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ചും യൂട്യൂബിൽ ഒരുപാട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. മന്ത്രവാദികൾ ഭയന്നോടിയത്, സ്തോത്രം, അവരുടെ മേലുള്ള ഭൂതങ്ങൾ വിട്ടുപോയത്, സ്തോത്രം, വചനത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ നടന്ന ഒരുപാട് ഹീലിങ്ങുകൾ, അതിനെക്കുറിച്ച് ഷാജി മാത്യു ഇടമൺ. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് അതിനകത്ത് കയറിയാൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് എങ്ങനെ ആത്മാക്കളെ നേടണം, അതിനൊരു 20 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ 76 എപ്പിസോഡ് അതിനകത്ത് കിടപ്പുണ്ട്. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള 10 എപ്പിസോഡ് കിടപ്പുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളത്, അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മുഴങ്കാലും, ത്രിലോക ശക്തികൾ, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ. മക്കളെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈവിൾ ഫോഴ്സിനെ നിനക്ക് പേടിക്കണോ? മന്ത്രവാദിയെ പേടിക്കണോ? പാസ്റ്ററെ, അവരാരാണ്ട് ഏതാണ്ട് ചെയ്തതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു തേങ്ങാമുറിയും 2 തെറ്റിപ്പൂവും ഒരു ഇലയെ കൊണ്ടുചെന്ന് ചുമ്മാ ഒരു വീട്ടിന്റെ വാതൊക്കെ നേരം വെളുക്കും കൊണ്ടുവച്ചാൽ മതി. പാസ്റ്ററെ വിളി, പെട്ടെന്ന് വിളി. കേൾക്കുന്നില്ലല്ലയോ? ഏതാണ്ട് അവിടുന്ന് വിളി വരും. അച്ഛാ, ഭയങ്കര പോരാട്ടം. വീട്ടിന്റെ ഫ്രണ്ട് എന്തോ വന്നു. വെച്ചവന് മുടക്ക് 20 രൂപയേ ഉള്ളൂ. ഇവിടുന്ന് 30,000 ടിക്കറ്റ് എടുത്ത് ഒരു പ്രവാചകനെ വിളിച്ച് 7 ദിവസത്തെ വെട്ടുവെട്ടി. കേൾക്കുന്നുണ്ടോ? ഞാനാണെ ആ തേങ്ങാമുറി പ്രാർത്ഥിച്ചെടുത്ത് ചമ്മന്തി അരച്ച് തന്നേനെ. ഹലോ, എന്താ കാര്യമെന്നറിയാമോ? നീ ഊപ്പ ദൈവങ്ങളെ അല്ല സേവിക്കുന്നത്.
Praise to Jesus. Hallelujah. രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിലിരിക്കുന്നത് ത്രിലോക ശക്തികൾ മുട്ടുമടക്കുന്നവനാണ്. ഹല്ലേലൂയ. അത്ഭുതമന്ത്രിയാണോ അകത്തിരിക്കുന്നത്? വീരനാം ദൈവമാണോ അകത്തിരിക്കുന്നത്? നിത്യപിതാവാണോ അകത്തിരിക്കുന്നത്? അവന്റെ ആത്മാവ് നിന്നോട് പറയും, നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. ചേർന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? എത്ര പോരാട്ടങ്ങൾ, എത്ര ഹോമങ്ങൾ, എത്ര കർമ്മങ്ങൾ, എത്ര മന്ത്രവാദങ്ങൾ, എത്ര വിളിച്ചു നേർച്ചകൾ, ഇതെല്ലാം വെച്ചാൽ എവിടെ കൊണ്ട് ചെന്ന് വാരി എന്തോ എറിഞ്ഞാലും കുഞ്ഞെ, നീയോ എനിക്ക് ചുറ്റും പരിചയം, എന്റെ അതിമഹത്തായ പ്രതിഫലവും എന്റെ തല ഉയർത്തുന്നവനുമാണ്. ഉള്ളങ്കയിൽ വരച്ച ദൈവമായ എന്റെ ദൈവം, ഓമനപ്പേർ ചൊല്ലി വിളിച്ച ദൈവമാണ് എന്റെ ദൈവം. അവൻ മുൻപടയാണ്, അവൻ പിൻപടയാണ്, അവൻ തീമതിലാണ്, അവൻ പട്ടാളമാണ്. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാനോ ലോക അവസാനത്തോളം, ബാക്കി പറഞ്ഞാട്ടെ, സ്തോത്രം, ഞാൻ നരയ്ക്കുവോളം ചുമക്കാം. ഒരു കുഞ്ഞൊരിക്കൽ പറഞ്ഞു, അമ്മച്ചി ഇപ്പൊ ദേശീയപ്പച്ചൻ ചുമക്കുന്നില്ല. അതിനമ്മനെ അമ്മച്ചി നരച്ചിയായിരുന്നു, ഇപ്പൊ ഡൈ അടിച്ച് ഇപ്പൊ ദേശീയപ്പച്ചൻ ചുമക്കുന്നില്ലെന്ന്. നരയ്ക്കോളം ചുമക്കാം. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം മക്കളെ. ആമേൻ. റബ്ബൂനി എനിക്ക് കാഴ്ച കിട്ടണം. ആരോടാണ് ഈ പറയുന്നത്? സർവശക്തൻ. ഈ യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകതയും കൂടെ ഞാൻ വേഗം നിങ്ങളോടൊന്ന് പറഞ്ഞു വിടാം. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. ക്രൈസ്റ്റ് വേർഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആമേൻ. കർത്താവിന്റെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രൈസ്റ്റ് വേർഡ്? യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി എന്താണ്? നമ്പർ 1 ഈസ് ഇംപെരിഷബിൾ. മാർക്ക് ചാപ്റ്റർ 13 വേഴ്സ് 31 എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ വചനത്തിന്റെ പ്രത്യേകത, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വചനങ്ങൾ മാറുകയില്ല. മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ശേഖരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഈ കാണുന്നതെല്ലാം മാറും, എന്റെ വചനം മാറത്തില്ല. വചനം മാറത്തില്ലേ? പറഞ്ഞവൻ മാറുവോ? ഇല്ല. സ്തോത്രം. പഠിക്കാൻ പോകുമ്പോൾ, ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, യൂണിയിൽ പോകുമ്പോൾ ഒക്കെ ഒറ്റയ്ക്കാവും. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേന് ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് പറഞ്ഞ്, കൊച്ചുപ്പ ഇന്നത്തെ സാമ്പാറിനകത്ത് എനിക്കൊരു എലിയും കൂടെ കിട്ടി. സ്തോത്രം. പിന്നെ പാറ്റ, പിന്നെ പല്ലി. യേശുപ്പാ, സ്തോത്രം 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 സ്തോത്രം. ഫുഡ് പോയിസൺ എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിന്റെ വചനം മാറത്തില്ല. ഏത് പ്രതിസന്ധിയിലും നിന്നെ അതുവഴി പോകേണ്ടി വന്നാൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേ. സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത ഗ്രേഷ്യസ്. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 22 അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ വാക്കുകളെ കേട്ടിട്ട്, അവന്റെ ലാവണ്യ വാക്കുകളെ കേട്ടിട്ട് അവർ അത് ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ? ശ്രദ്ധിച്ചാട്ടെ, അത് ലാവണ്യ വാക്കുകൾ എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകം, യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത അധികാരമുള്ളതാണ്. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 32 എന്താണ് എഴുതിയിരിക്കുന്നത്? And they were astonished at his doctrine, for his word was with power. അവന്റെ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. മക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം തകരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ള വചനങ്ങൾ ചിലപ്പോൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടാറില്ലേ? ആ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തൊരു പുതിയ ശക്തി, ഒരു പുതിയ ബലം കിട്ടാറില്ലേ? ആ വചനം ആക്ടിവേറ്റ് ആകുന്നതാണ് ആ പ്രാർത്ഥനയിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരിക്കലും വിടുതലില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകി നിങ്ങൾ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഉടഞ്ഞ ഹൃദയത്തോട്, നുറുങ്ങിയ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ആമേൻ നുറുക്കത്തോട് ഇരിക്കുമ്പോൾ, ജാഗരിക്കുമ്പോൾ, നനഞ്ഞ കണ്ണുകളോട് ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലത്തിലേക്ക് ആത്മാവ് തരുന്നു. അല്ലെ ഒരു വചന വെളിപ്പാടായിരിക്കും, ഒരു നിയോഗമായിരിക്കും, അല്ലെ ദൈവദാസന്മാരുടെ പ്രസംഗത്തിലൂടെ കേട്ട വചനങ്ങളായിരിക്കും. ഉള്ളിലേക്ക് കയറുമ്പോൾ, അത് കത്തി കയറുമ്പോൾ പ്രാർത്ഥനയുടെ തലം മാറാറില്ലേ? പ്രൈസ് ഗോഡ്. എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു ഉറപ്പ്, എന്റെ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു.
എന്തുകൊണ്ടാണ്? ആ വചനത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ്. യോഹന്നാൻ 6:63 വരുമ്പോൾ ഈ വചനം സ്പിരിച്വലാണ്. യേശു പറയുന്നു, എൻ്റെ ആത്മാവ്, എൻ്റെ വചനം ജീവനും ആത്മാവുമാകുന്നു. യെസ്, ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. റീഡ് ദ ബൈബിൾ എവരി ഡേ. കാനഡയിൽ നിന്ന് ഒരമ്മച്ചി ഒരിക്കൽ നാട്ടിൽ വന്നു. 80 വയസ്സുണ്ട്. അപ്പൊ അമ്മച്ചി ചന്തയിൽ പോകുമ്പോഴും കൊച്ചു ബൈബിൾ അമ്മച്ചിയുടെ കാണും. ഞാൻ ചോദിച്ചു, അമ്മച്ചി ചന്തയിൽ എന്തിനാ കൊണ്ടുവന്ന്? എന്നോട് പറയാം, പാസ്റ്ററെ, എപ്പോഴും കൊണ്ടു നടക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. പ്രൈസ് ഗോഡ്. എപ്പം നോക്കിയാലും അമ്മച്ചി ദൈവവചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. 6-ാം അധ്യായം 68 വരുമ്പോൾ എന്താണ്? അത് ലൈഫ് ഗിവിംഗ് വേർഡ് ആണ്. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്ന? 6:68 പറയുന്നത്, യെസ്, അതെ, ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ. മക്കളെ, ഈ പുസ്തകം നിത്യജീവന്റെ വചനമാ. ഇതെടുക്കാൻ ഭാഗ്യം കിട്ടിയതിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. ഓക്കെ. 7-ാം അധ്യായം 46 വായിക്കുമ്പോൾ ഇൻകമ്പയറബിൾ ആയിട്ടുള്ള അതുല്യമായ ചേവകരായ ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചിട്ട് മടങ്ങി ചെന്നിട്ട് കൊടുത്ത റിപ്പോർട്ടാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. എന്താണ്? ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ദാറ്റ് മീൻസ് ഇൻകമ്പയറബിൾ. അതുല്യമായ വാക്കുകൾ. ഇതിനോട് തുലനം ചെയ്യാൻ ഒരു വാക്കുകളില്ല സഹോദരങ്ങളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 കാര്യം കൂടെ ഉണ്ട്. 12:48 എന്താണ്? ദ വേർഡ് ഓഫ് ജഡ്ജ്മെന്റ്. ഇത് ന്യായം വിധിക്കുന്ന വാക്കുകളാണ്. എന്താണ്? ദ വേർഡ് ഓഫ് ജഡ്ജ്മെന്റ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12:48 എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. പിന്നെ ഒടുവിലത്തെ നാളിൽ, ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുവിലത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമയം ചെലവഴിക്കണം. അല്പസമയമാണോ? നിങ്ങൾ ആ വചനത്തിലെ ഒരു ഭാഗം എടുത്ത് അന്ന് നിങ്ങളത് ധ്യാനിച്ചുകൊണ്ട് നടക്കണം. ഇപ്പോൾ ഭർത്താവ് എടുത്തൊരു മച്ചാൻ, ഞാൻ വചനം ധ്യാനിക്കുമല്ലോ, ഇപ്പം ഇങ്ങോട്ട് വരുന്നൊന്നും പറഞ്ഞ് വളം ഉണ്ടാക്കരുത്. സ്തോത്രം. ആമേൻ. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. അന്നത്തെ നിങ്ങളുടെ മന്നായാത്, അന്നത്തെ ബലമാത്, അന്നത്തെ ധൈര്യമാത്, അന്ന് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഇഷ്യൂ ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അനാവശ്യമായ ഒരു എററും വരാതെ, അനാവശ്യമായി നിങ്ങളുടെ ടീം വർക്കിൽ ഒരു ഇഷ്യൂസും വരാതെ ഇരിക്കുന്നത് ഈ വചനമാ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. പ്രൈസ് ഗോഡ്. ചാപ്റ്റർ 14:24 പറയുന്നത്, ദിസ് വേർഡ് ഈസ് ഡിവൈൻ. ഇത് ഉയരത്തിലെ വചനമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ്? ഇൻകമ്പയറബിൾ. നമ്പർ 2 ഗ്രേഷ്യസ്. 3 മൈറ്റി. 4 സ്പിരിച്വൽ. 4 ലൈഫ് ഗിവിംഗ് വേർഡ്. ദെൻ ഇൻകമ്പയറബിൾ ആൻഡ് വേർഡ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിവൈൻ. സ്തോത്രം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധി വയ്ക്കണം. ഹെരോദ്യയുടെ മകൾ നൃത്തം വിജയിച്ചപ്പോൾ ചോദിച്ചത് യോഹന്നാന്റെ തലയാണ്. റോങ് ഡിസിഷൻ. എസ്തേർ ചോദിച്ചത് സ്വജനത്തെയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ കുറച്ചുകൂടെ മെച്ചമായതാകണമെങ്കിൽ വചനം ധ്യാനിക്കണം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരത്തെക്കാൾ ഒരിക്കലും താണയൊരു വിചാരം നിങ്ങളെ വിളിച്ച ദൈവത്തിനില്ല. ദൈവം പറയുന്നു, മൈ തോട്ട് ഈസ് ഹയർ ദാൻ യുവർ തോട്ട്, മൈ വേസ് ഈസ് ഹയർ ദാൻ യുവർ വേസ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ദൈവത്തിനെ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വയ്ക്കാം. ദൈവത്തിൻ്റെ ആ പ്രസൻസിൽ കവർ ചെയ്യട്ടെ. ഈ വർഷം കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ
എന്നെയും എൻ്റെ കുടുംബത്തെയും കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുന്നു. മിനിസ്റ്ററുടെ ലേബൽ പോലെ അങ്ങേ പൂർണ്ണമായി അനുഗമിക്കുവാൻ, അങ്ങേ ഫോളോ ചെയ്യാൻ. അങ്ങ് ആരാണെന്ന് ഞാൻ കേട്ടു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, മഹാദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, അൽഫയും ഒമേഗയും, ഒന്നാമത്തവൻ ഒടുക്കത്തവനും, ആദിയും അന്തവും. പ്രൈസ് ഗോഡ്. അവന് തുല്യം ആരും ഇല്ല. ഈ ദൈവത്തെ ഉപേക്ഷിക്കുവാനും വിട്ടുപോകുവാനുമുള്ള സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും വശീകരണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ റിമെമ്പർ ദിസ് വേർഡ്സ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജോലിയോടൊപ്പം ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളെ സമർപ്പിച്ചാട്ടെ. കർത്താവേ, എന്നെ ഈ രാജ്യത്താക്കിയിരിക്കുമ്പോൾ ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ യു ലോർഡ്. സ്തോത്ര. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദൈ കിങ്ഡം ലോർഡ്. പ്രൈസ്. ഐ ആം റെഡി ലോർഡ് വിത്ത് thy God servant to do great things for you Lord in UAE. Hallelujah. Yes Lord. ജോലിയോടൊപ്പം കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി തിളങ്ങാൻ എൻ്റെ അധരം അങ്ങേക്ക് സംസാരിപ്പാൻ തരുന്നു. എൻ്റെ കരങ്ങൾ സിക്ക് പീപ്പിളിനെ ഹീൽ ചെയ്യാൻ തരുന്നു. എൻ്റെ പാദങ്ങൾ ദൈവം കണ്ട ജീവിതങ്ങളെ കൊണ്ടുവരേണ്ടതിനായി സഞ്ചരിപ്പാൻ തരുന്നു. എൻ്റെ ഹാർട്ട് അങ്ങയുടെ വചനം സംഗ്രഹിച്ച് വെക്കേണ്ടതിനായി തരുന്നു. എൻ്റെ മൈൻഡ്, എൻ്റെ ഡിസയർ എല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി തരുന്നു. ഒന്ന് സമർപ്പിപ്പാൻ തയ്യാറുള്ളവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ഓ യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ശിഷ്യനാകും എന്നെയും അങ്ങേ പോലെ ആക്കേണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കേണം മുഴുവൻ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ശിഷ്യനാകും എന്നെയും അങ്ങേ പോലെ ആക്കേണം മുഴുവൻ. ശിഷ്യനാകും സ്നേഹമാ കണ്ടതിൽ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ? സ്നേഹം കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ? ദഹിപ്പിക്കണം എന്റെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ അഭിഷിക്തനെയും കുടുംബത്തെയും ഈ ഹാളിനുള്ളിലുള്ള എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഡ്യൂട്ടി നിമിത്തം ഇന്ന് വരാൻ കഴിയാഞ്ഞ ഈ ഫെലോഷിപ്പിലുള്ള ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അവധിക്കോ മറ്റ് പഠനത്തിനോ ഡ്യൂട്ടിയിലോ മറ്റ് ഉത്തരവാദിത്തങ്ങളിലൊക്കെ പോയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. അഭിഷേകം പ്രാപിച്ചവർ അധരം തുറന്ന് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കൺഫ്യൂഷനുകളും ഇന്ന് മാറിപ്പോകട്ടെ. എല്ലാ റോങ് ഡിസയറുകളും മാറിപ്പോകട്ടെ. എല്ലാ ഫേക്കായിട്ടുള്ള പേരുകൾ മാറിപ്പോകട്ടെ. എല്ലാ സ്ട്രെസ്സും മാറിപ്പോകട്ടെ. എല്ലാ ആങ്സൈറ്റി മാറിപ്പോകട്ടെ. എല്ലാ ഡിപ്രഷൻ ഫീലിങ്ങുകളും മാറിപ്പോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന്മേൽ സൗഖ്യം വരട്ടെ.
എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ. എല്ലാ ദുരാലോചനകളും മാറിപ്പോകട്ടെ. എല്ലാ ആടിപ്പെടുത്തുന്ന അനുഭവങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ അങ്കലാപ്പിലാക്കുന്ന എല്ലാ ടെൻഷൻ സ്പിരിറ്റുകളും മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വലിയ ദൈവകൃപയാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ജോലിയോടൊപ്പം ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വെളിയുള്ളവർക്ക് വേണ്ടി വിശേഷാൽ ഓൺലൈൻ സെമിനാരി പഠനം നൽകുന്നു. ഏതാണ്ട് 32 രാജ്യത്തുള്ള ആളുകൾ പഠിക്കുന്നു. 32 പരം പ്രൊഫസേഴ്സ് ചേർന്ന് ഓൺലൈനിലൂടെയുള്ള ദൈവശാസ്ത്ര പഠനം, ശുശ്രൂഷകരെ ജോലിയോടൊപ്പം ആഗ്രഹിക്കുന്നവരെ ഒരുക്കിയെടുക്കുന്ന പരിശീലനം നൽകുന്ന മിനിസ്ട്രിയുടെ നേതൃത്വം ഞാൻ വഹിക്കുന്നു. സ്തോത്രം. നിങ്ങളാർക്കെങ്കിലും ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ പങ്കാളിത്തം വഹിക്കാൻ, ദൈവവചനം പഠിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സിസ്റ്റമാറ്റിക്കലായ ദൈവവചനം പഠിപ്പിക്കുവാൻ, വരുന്ന ആളുകളിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന സെൽ ഗ്രൂപ്പുകളിൽ ദൈവദാസനോട് ചേർന്ന് ആത്മാക്കളെ നേടാൻ നിങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ സെമിനാരിയിൽ നിങ്ങളെ ജോയിൻ ചെയ്യുവാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പഠനത്തിൻ്റെ ക്രമീകരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ അതേ റെക്കോർഡഡ് ക്ലാസ്സുകൾ സെമിനാരിയിൽ നിന്ന് വരും. നിങ്ങളുടെ സമയ സൗകര്യം അനുസരിച്ച് പഠിച്ച് പഠനം പൂർത്തീകരിക്കുന്നവർക്ക് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ക്യാമ്പസ് സ്റ്റുഡൻസിനോടൊരുമിച്ച് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതെ, 6 month കോഴ്സ്, 1 year കോഴ്സ്, 2 year കോഴ്സ് പ്രോഗ്രാം ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസനോട് പങ്കുവയ്ക്കുക. കർത്തദാസൻ എന്നെ കോൺടാക്ട് ചെയ്യും. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ജി.